കുറെ കാലമായി ഇതൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടല്ലോ. നന്നായിട്ട് പോകും. പച്ചരി വാങ്ങിക്കാൻ പ്രയാസമൊന്നും ഇല്ലല്ലോ. ഒരു കുഴപ്പമില്ല. തിരിയുടെ കാര്യം പിന്നെ പച്ചരിയുടെ കാര്യം പറയണ്ട. ഇല്ല, അത് കുത്തരിയാ. അത് 11 വ്യാഴം. ഇത് കണ്ടക ശനി കൊണ്ടേ പോവും. കുറവൻ കോണത്തെ MP. തനിക്കെന്താണ് ഇത്ര വലിയ കലിപ്പ്? നീയേ വെറും ബ്രിട്ടാസ് ആയാൽ മതി, ബ്രിട്ടീഷ് ആവണ്ട കേട്ടോ. കുഴപ്പമൊന്നുമില്ലല്ലോ, ജീവിതമൊക്കെ അത്യാവശ്യം അടിച്ചു പൊളിച്ചു പോവല്ലേ. ടിനി എന്നാ ഏറിന്നിറങ്ങിയത്? അതും ഇതും പറഞ്ഞ് വെറുതെ എന്നെ വിഷമിപ്പിക്കും കേട്ടോ. അല്ല, ഇത് കഴിയുമ്പോ മിക്കവാറും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. എയർ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡർ ആയിന്ന് കേട്ടു. ഞാനൊരു ജോക്ക് കാച്ചിയല്ലേ ചേട്ടാ. ടിനി ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. എന്നെ നശിപ്പിക്കാൻ പുറത്തു നിന്ന് ഒരു ശക്തിയെ ഞാൻ അനുവദിക്കില്ല, അകത്ത് തന്നെ ഞാൻ തന്നെ. വിശ്വാസമാകുന്നില്ലേ? നിരന്തരമായ ഈ എയറിംഗ് കാണുമ്പോഴേ എന്താ അജയന് തോന്നുന്നത്? അല്ല, എനിക്ക് സന്തോഷം തോന്നാറുണ്ട്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഈ ലേറ്റസ്റ്റ് എന്തായിരുന്നു കിട്ടിയത്? ഇടയ്ക്ക് എന്നോട് ചിലരിപ്പോ ചില ഉപദേശങ്ങൾ തരാറുണ്ട്. ആണോ? ഇങ്ങനൊക്കെ നടന്നാ മതിയോ, ടിനിയെ പോലെ നേരിലൊക്കെ കേറട്ടെ. ഒന്ന് കേറണ്ടേ? അല്ല, ഇത് ടിനി അറിയാതെ സംഭവിച്ചു പോകുന്നതാണോ അതോ ഡോക്ടർ രജിമേനോൻ പറഞ്ഞതുപോലെ അല്ല എയറിൽ നിൽക്കാൻ വേണ്ടി അടിച്ചു വിടുന്നതാണോ? അത് അല്ല, എന്റെ സംശയം ഇത് കൂലി കാളെ വെച്ച് ചെയ്യുന്നതാണോ? ആരെങ്കിലും വെച്ചിട്ടുണ്ടോ? ആരുമില്ല, എനിക്ക് ഞാൻ തന്നെ മതി. വഴിവെട്ടി വന്ന് മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ? എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല. ഭ്രമയുഗം ചെയ്തപ്പോ അത് കുറച്ച് കൂടുതൽ കയറി. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പറയുവാ. പക്ഷെ അതിന് നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ വേറെ സംഭവം എന്ന് പറഞ്ഞാല് അത് കേട്ട് കഴിഞ്ഞപ്പോ പലരും ഇത് ഇയാളുടെ ശബ്ദം തന്നെയാണല്ലോ. അയ്യോ, കഷ്ടമായി. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. അത് വിജയകുമാർ വളുവനാട് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ്. അതിൽ മമ്മൂക്കക്ക് ശബ്ദം കൊടുത്തത്. ആയിരുന്നെങ്കിൽ അവിടെ നിന്നും പോവായിരുന്നു. കുറച്ചുകൂടെ റേഞ്ചിലേക്ക് പോയല്ലേ? ഒരുമാതിരി കണ്ണിച്ചോരില്ലാത്ത വർത്താനം പറയരുത്. എനിക്കൊന്ന് മമ്മൂക്കയുടെ മുമ്പിൽ തന്നെയല്ലേ ഈ ഭ്രമയുഗം അവതരിപ്പിച്ചത്? മമ്മൂക്കയുടെ മേക്കപ്പ് തന്നെ മേക്കപ്പ് ചെയ്തത്. ഭ്രമയുഗം അവതരിപ്പിച്ചത് അമ്മ തന്നെ 6 മാസത്തേക്ക് അവതരിപ്പിക്കേണ്ട കാര്യമില്ല. ഭ്രമിച്ചുപോയി. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ലേ കടിച്ചു പറിക്കണത്. നാണമില്ലടാ നിനക്കൊക്കെ. ഞാനിവിടെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിന്നോട്ടെ. ഞാനൊരു പാവോ, ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ലല്ലോ. മമ്മൂക്കയുടെ മുമ്പിലാണല്ലോ ഈ ഭ്രമയുഗം അവതരിപ്പിച്ചത്. അതിനൊക്കെ ഒരു അപാര കരുത്ത് തന്നെ വേണം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വിളിച്ചോ? ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ, നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവേൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. ഇത് ശ്രീഹരിക്കോട്ടയാണ്. ഇത് അവിടെ തന്നെ ഉണ്ടോ? ഞാനാണ് പോണത്. ലോഞ്ച് പോണത് നമ്മളല്ലേ? അപ്പൊ ഞാൻ താഴെ നിന്ന് ടാറ്റ കൊടുക്കും. അത്ഭുത ദ്വീപിന്റെ ക്ലൈമാക്സ് പോലെ. അപ്പൊ ശരി, പിന്നെ കാണാം. കഷ്ടം. പിന്നെന്നുള്ള താങ്ങ് തനിക്ക് ഇനിയും പ്രതീക്ഷിക്കാം. കേറിപ്പോ. അയ്യോ, ബോംബെ കഷ്ടം. മല്ലയാ, ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. എങ്കിൽ ഞങ്ങൾ പോകാതെ ഞാൻ വരട്ടെ. ശരിയാ, ആയിക്കോട്ടെ.